ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, ഇന്ന് നമ്മുടെ പ്രവീണിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ബർത്ത്ഡേ അല്ലേ. അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. സാധാരണ എല്ലാ ബർത്ത്ഡേക്കും പ്രവീണിന് നമ്മള് സർപ്രൈസ് കൊടുക്കലായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സിറ്റിയിലല്ല, ഔട്ട് ഓഫ് സിറ്റി ആയതുകൊണ്ട് നമ്മൾ സിറ്റിയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രവീണിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നടക്കില്ല ഗൈസ്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ പ്രവീണിനോട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിപ്പോ പോകുന്നത്. പിന്നെന്താ പറയാ, ഇപ്പൊ നമ്മൾ മദീന സൈദിലോട്ടാണ് പോകുന്നത്. നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്യും, എന്നെ റിയനെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നിട്ട് പ്രവീൺ ഒന്നിലും വണ്ടിയിലിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും. കൂടെ നമ്മളെ കൊണ്ടുപോകത്തില്ല കേട്ടോ. പിന്നെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര ശോകമായിരുന്നു. അന്നേരം ജോലി ഇല്ലായിരുന്നു, അപ്പം ഭയങ്കര ശോകമായിരുന്നു. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് നമ്മള് ചെറിയ രീതിയിൽ സന്തോഷിച്ചു. ഈ പ്രാവശ്യം ജോലിയുണ്ട്, പക്ഷെ എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാവും. ഓക്കെ, അപ്പോ എല്ലാ പ്രാവശ്യവും പ്രവീണിന്റെ ബർത്ത്ഡേക്ക് പ്രവീണിന്റെ പൈസ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് സാധനം മേടിക്കാനായിട്ട് പൈസ തരുമ്പോൾ അതിന്റെ ബാക്കി ബാലൻസ് അങ്ങനെ ഞാൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഞാൻ ചെറിയ രീതിയിൽ ഏൺ ചെയ്ത പൈസ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ പ്രവീണിന്റെ ബർത്ത്ഡേ സർപ്രൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെറിയൊരു ബിസിനസ് എന്ന് വേണം പറയാല്ലേ, ചെറിയൊരു സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ പബ്ലിക്കായിട്ട് പറയാറായിട്ടില്ല, കാരണം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ചെറിയ ഏർണിങ്സ് എനിക്ക് കിട്ടി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു യെസ്, ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യാന്ന്. സോ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. നിനക്കെന്താ തോന്നുന്നു? സന്തോഷം, വളരെ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മള് ഈ പ്രാവശ്യത്തെ അങ്ങനെയൊക്കെയാണ് പ്രത്യേകതകൾ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം മദീന സൈദ് എത്തും. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. I love you. Hello guys. ഞങ്ങള് മദീന സൈദിൽ എത്തിയിട്ടുണ്ട്. പ്രവീൺ ഞങ്ങളെ വിട്ടുപോയി. ആദ്യം നമുക്ക് നമ്മള് കേക്കിന് ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ആദ്യം മേടിക്കാം. ഓക്കെ, ഗൈസ്, അവർ കേക്ക് നോക്കാൻ വേണ്ടി പോയി. നമ്മളെല്ലാ പ്രാവശ്യവും ഒക്കേഷനിൽ നിന്നല്ലേ കേക്ക് മേടിക്കുന്നത്. സോ ഈ പ്രാവശ്യം നമുക്ക് ലുലുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം സെയിം തന്നെയല്ലേ, അപ്പോൾ ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റിയയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. സോ അന്നേരം നമുക്ക് നോക്കാം എവിടുന്നാ കേക്ക് എന്നുള്ളത്. ഒക്കേഷനിലെ കേക്ക് അടിപൊളി കേക്കാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തു. നമുക്ക് നോക്കാമേ. അപ്പം ഗൈസ്, ഞങ്ങൾ കേക്ക് മേടിച്ചു. കേക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്ക് പ്രവീണിന് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കാമേ. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ടീഷർട്ടും കൂടി മേടിക്കാം. അപ്പോൾ ഒരു ടീഷർട്ടും കൂടി മേടിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ 2 ഗിഫ്റ്റ് മേടിച്ചു. ആദ്യത്തെ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് പ്രവീൺ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് സർപ്രൈസ്, നിങ്ങൾക്കും സർപ്രൈസ്, പ്രവീണും സർപ്രൈസ്. പിന്നെ ഞാനൊരു പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ട് എടുത്തു. ഓക്കെ, സോ ഇത് രണ്ടും എടുത്തു. കേക്ക് എടുത്തു, എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് പോകാം. എൻ്റെ ഇടയ്ക്ക് റിയ സ്റ്റേഷനറിയിൽ വന്ന് ഇവിടെ ഇരിപ്പായി. എനിക്കൊരു പൗച്ചാണ്, എൻ്റെ അമ്മ തരുന്നില്ല. നമ്മളിപ്പോൾ 3rd ഗ്രേഡിലോട്ട് ഇനി കയറുമ്പോൾ വി വിൽ ബൈ. ഇപ്പം നമ്മൾ കഴിഞ്ഞില്ലേ, ക്ലാസ് കഴിഞ്ഞില്ലേ, പിന്നെന്താ ഗൈസ്. ഞാനിവിടെ നിന്ന്
ഒന്ന് വലിക്കട്ടെ, അല്ലെങ്കിൽ നടക്കൂല. ഗൈസ്, അപ്പം ഇവിടെ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 ഗിഫ്റ്റും ഈ ബോക്സിൻ്റെ ഉള്ളിൽ ആക്കിയേക്കാണ്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ കേക്ക്, ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. പ്രവീൺ എവിടെയാണ് എന്നുള്ളത് തപ്പണം. നല്ല അടിപൊളി ട്രാഫിക് ഉണ്ട്. മദീന സയ്യിദിൽ എപ്പോൾ വന്നാലും നല്ല ട്രാഫിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാവേ ഇതിലെവിടെയാണ് പ്രവീൺ. വണ്ടി തോണ്ടിയ എനിക്ക് ക്രോസ് ചെയ്യല്ലോ. വെയിറ്റ്. ഇനിയും വായോ അമ്മയുടെ കൂടെ വാ. അപ്പൊ അയ്യോ, അച്ഛൻ ഇതിൻ്റെ ഉള്ളിലില്ലല്ലോ. വെയിറ്റ്, പണി പാളും വളർത്തി. നീ ഇപ്പുറം വായേ അമ്മു. നിക്ക്, അച്ഛനെ വിളിക്കാം. ഗൈസ്, പ്രവീൺ ഇവിടെ വണ്ടിയിലില്ല. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഗൈസ്, പ്രവീൺ എനിക്ക് തോന്നുന്നു ഞങ്ങളെ തപ്പി മാളിൽ വന്നതാ, ലുലുവിൽ കയറി വന്നതാ. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോൾ ലുലുവിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു. എനിവേ, എന്തായാലും ഈ പ്രാവശ്യത്തേത് എന്താ പറയാ, നമുക്ക് ഒളിപ്പിച്ചും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആസ് ഐ ടോൾഡ്, നമ്മൾ ഔട്ട് ഓഫ് സിറ്റി ആണ്. അപ്പൊ സിറ്റിയിൽ വരണമെങ്കിൽ എന്തായാലും പ്രവീണിന്റെ ഹെൽപ്പ് വേണം. ടാക്സിയിലൊന്നും വരാൻ പറ്റത്തില്ല, ബിക്കോസ് ടാക്സി ഒന്നും അവിടെ കിട്ടുന്ന ഏരിയയേ അല്ല. എനിവേ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഗൈസ്, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേക്കിന് ഓർഡർ കൊടുത്തത് പ്രാണിന്റെ ഒരു ഫ്രണ്ടാണേ. അവർ ഈ മദീന സയ്യിദിന്റെ ഉള്ളിലാണ് താമസിക്കണേ, ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ അവരോടാണ് നമ്മൾ കേക്ക് ഓർഡർ കൊടുക്കാൻ പറഞ്ഞത്. ഏത് കേക്കാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു എൻ്റെ പേര് അവിടെ കൊടുക്കണം, ഞാൻ വന്ന് കളക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതനുസരിച്ച് അവർ കേക്കില് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഫ്രം റിച്ചി എന്ന് ഇട്ടു. അത് അട്ടർ നോൺസെൻസ് ആയിപ്പോയി. ഞാൻ അവരോട് ചോദിച്ചു അത് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അത് ഈ എഴുതുന്ന ആൾ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാനും നമുക്ക് സമയമില്ല. കാരണം പ്രാൺ സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞ് വരും, അപ്പോഴത്തേനും നമ്മളവിടെ എത്തണം. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ചീറ്റൽ പറ്റി. ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ ഫ്രം റിച്ചി എന്ന് എഴുതി വെച്ചു. വാട്ട് നോൺസെൻസ്. എനിക്ക് അത് കണ്ടപ്പോഴേ ദേഷ്യം വന്നു. സാരമില്ല, കഴിക്കാനുള്ളതല്ലേ, നമുക്കതങ്ങ് കഴിക്കാം. ദാ ഗൈസ്, അയ്യോ വണ്ടി എവിടെയാന്ന് അറിയാണ്ട് പോകുന്നു ഗൈസ്. അയ്യോ, വണ്ടി എവിടെയാ വണ്ടി പാർക്ക് ചെയ്തെന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതാണ് ഗൈസ് വണ്ടി എവിടെയാ പാർക്ക് ചെയ്തെന്നുള്ളത് ഒരു ബോധവും ഇല്ല. ചില സമയത്ത് വണ്ടി എവിടെ ഇട്ടേന്ന് അറിയത്തില്ലയോ. വാട്ട് ഇസ് ദിസ് മാൻ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവള് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കുന്നുണ്ടാവും. ഞങ്ങള് വണ്ടിയിൽ കയറി. അയ്യോ എന്നാ വെയിലാണെന്നേ, ഭയങ്കര വെയില്. അയ്യോ ഭയങ്കര വെയില്, ഭയങ്കര വെയില്. ഓക്കെ, ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. പ്രവീണിന് ഒരു ഐഡിയ ഇല്ല. കേക്ക് ഒബ്വിയസ്ലി കേക്ക് ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഗിഫ്റ്റ് എന്താണെന്ന് ഒരു പ്രവീൺ വിചാരിക്കാത്ത ഒരു സംഭവമാണ്. ഗോൾഡാണ് ഗോൾഡ്. ഞങ്ങക്ക് രണ്ടാൾക്കും പിന്നെ ഗോൾഡിനോട് വലിയ താല്പര്യം ഇല്ലാത്തത്. നിനക്ക് താല്പര്യം ഉണ്ടോ ഗോൾഡിനോട്? ഇല്ല, ഞങ്ങക്ക് രണ്ടാൾക്കും ഗോൾഡിനോട് താല്പര്യമില്ല കേട്ടോ. പക്ഷെ ആരെല്ലാം തന്നാലും നമ്മൾ മേടിക്കും, അങ്ങനത്തെ അഹങ്കാരം ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് ഗോൾഡിനോട് താല്പര്യമില്ലെങ്കിൽ മക്കളെ അതൊരു വലിയ ലോട്ടറിയാണ്. ഗൈസ്, ഐ ഡോണ്ട് ലൈക്ക് ഗോൾഡ്. എനിക്ക് ഗോൾഡ് ഈ മൂക്കുത്തി ഇഷ്ടമാണ്. പിന്നെ മോതിരങ്ങൾ ഗോൾഡ് എത്ര കിട്ടിയാലും ഞാൻ ഇടും. പിന്നെ കൊലുസ്, പാദസരം, ദാറ്റ്സ് ഓൾ. അതല്ലാണ്ട് ഈ വള, മാല അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഓക്കെ, അപ്പം പ്രാൺ ഇപ്പം സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ടാവും. എനിവേസ്, നമ്മളിപ്പോ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ കേക്ക്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ ഫ്രം റിച്ചി എന്ന് അവരിട്ടു. എനിവേ, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കഴിക്കാനുള്ളതല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല.
സോ ഗൈസ് ദാ പ്രവീൺ സ്കൂളിൽ പ്രാൺ സ്കൂളിൽ നിന്ന് വന്നു. ഇനിയിപ്പോ നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഗൈസ്. വെയിറ്റ്, ആദ്യം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമേ. എന്നാ പ്രാണും റിയയും കൂടി ഒരുമിച്ച് കൊടുക്ക്. എടുത്തു കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗിഫ്റ്റ് പൊളിക്കണം. അപ്പൊ എനിക്കില്ലേ ഉമ്മ? ഗൈസ് ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥ വന്നു. ഗൈസ് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. അതിന്റെ ആ എടി നീ മാറടി. ഗൈസ് വാച്ച്. നോക്കണ്ട, കാണിച്ച വീഡിയോയിൽ കാണിച്ചേ. ഇതാണ് ഗൈസ് വാച്ച്. കയ്യിലൊന്ന് ഇട്ട് നോക്കിയേ. വലുതാണോ ചെറുതാണോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. താങ്ക് യു. ഒന്നുകൂടെ കാണിച്ച കയ്യില് വെച്ചിട്ട്. യെസ്. സൂപ്പർ. താങ്ക് യു. പ്ലെയിൻ ബ്ലാക്ക്. ഓക്കെ ഗൈസ്, കേക്ക് മുറിക്കാൻ എനിക്ക് ക്ഷമയില്ല. Come on guys. Happy birthday to you. Happy birthday to you. Happy birthday to Praveen. കേക്ക് മുറി കഴിഞ്ഞു. അയ്യോടാ, ഇനി അച്ഛന് കൊടുക്ക്. അച്ഛൻ്റെ അല്ലേ ബർത്ത്ഡേ. ഓക്കെ പ്രാൺ, ഇതൊന്ന് വന്ന് പിടിച്ചേ. ഓ ഗൈസ്, ഞാൻ കൊടുത്ത ടീഷർട്ട് അടിപൊളി, നല്ല കറക്റ്റ് ഫിറ്റ്. അതാണ് കണ്ട, ലൂസും അല്ല ടൈറ്റും അല്ല, കറക്റ്റ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഗൈസ് കേക്ക് മുറി, ചോറുണ്ണല് എല്ലാം കഴിഞ്ഞു. എല്ലാം ഇനിയിപ്പോ പ്രവീൺ ഇപ്പൊ ജോലിക്ക് പോകണം. ഓക്കെ, സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, ഒരു കുട്ടി സെലിബ്രേഷൻ. ഇനിയിപ്പോ നമ്മുടെ റിയ കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതിൽ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ മീൻസ് സർപ്രൈസ് ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ നിനക്കറിയാം, ബട്ട് വാച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, പിന്നെ ഡ്രസ്സ് അതും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ കാര്യങ്ങളിലെ കിടപ്പ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് വല്ലാത്തൊരു ഒരു ഒരു സന്തോഷം തോന്നി. കേക്ക് മുറി അത് അതിനെക്കാട്ടും അടിപൊളിയായി. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒക്കേഷനിലും അവിടെ എവിടെയൊക്കെ പോയി ഓർഡർ ചെയ്യുന്നതിനും നല്ലത് നമ്മൾ ലുലുവിൽ ഓർഡർ കൊടുത്താൽ അവർ നല്ല അടിപൊളിയാക്കി തരും അല്ലേ? നല്ല കേക്കായിരുന്നു, സൂപ്പറായിരുന്നു. എന്ന് വെച്ചിട്ട് ഒക്കേഷനിൽ ചീത്തയാണെന്നല്ല കേട്ടോ, അതും നല്ല സൂപ്പറാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ എന്തെങ്കിലും എന്നെ കുറിച്ച് പുകഴ്ത്തി പറയൂ. പിന്നെ എന്താ പറയാന്ന് വെച്ചാല്, അവള് ചെറിയ സ്വന്തമായിട്ട് എന്തെന്ന് പറഞ്ഞ ചെറിയൊരു സംരംഭം അവള് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു നിലയിലാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അതിനു വേണ്ടി പരിശ്രമിക്കും. സോ അതുകൊണ്ട് ആ ഒരു ഏർണിങ്സ് വെച്ച് ചെയ്തപ്പോൾ എന്തോ ഒരു സുഖം കിട്ടി കഴിച്ചു. അപ്പം അത് അടിപൊളിയായിരുന്നു. ഐ ആം വെരി ഹാപ്പി അങ്ങനെ ചെയ്തപ്പോൾ. എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. സോ അതിൽ ഭയങ്കര അടിപൊളി സന്തോഷം. എന്നിട്ട് അപ്പൊ ഗൈസ് ഇവര് നാട്ടിൽ പോവാണ് അടുത്ത മാസം. അതൊന്നും ഇപ്പൊ പറയണ്ട, ഒന്നുമില്ല കേട്ടാ, ഇപ്പോഴൊന്നും നാട്ടിൽ പോകുന്നില്ല. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്കിനി റിയയുടെ ബർത്ത്ഡേ കാണാം. ബൈ.